നമസ്കാരം. ഉമാ തോമസിന്റെ ദുരന്തമടക്കമുള്ള വിഷയങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ വേണ്ടതുപോലെ ചർച്ച ചെയ്യാതെ പോയ ഒരു വലിയ തട്ടിപ്പുണ്ട്. വയനാട് മേപ്പാടിയിലെ ഉരുൾപൊട്ടലിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള പാക്കേജ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗം ചേർന്ന് പ്രഖ്യാപിച്ചു. 750 കോടി രൂപയാണ് വിലയിരുത്തിയിരിക്കുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അതിന്റെ നിർമ്മാണം കൊടുക്കുന്നു എന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നു. ഒന്ന് വയനാട് കൽപ്പറ്റയ്ക്ക് സമീപം എൽസ്റ്റോൺ എസ്റ്റേറ്റ്, 2 നെടുമ്പാല എസ്റ്റേറ്റ്. രണ്ടിടത്തുമായി ഏതാണ്ട് 500 വീടുകൾ നിർമ്മിക്കും. പകുതി വീതമാണ് രണ്ടിടത്തും. എൽസ്റ്റോൺ എസ്റ്റേറ്റ് കൽപ്പറ്റയ്ക്ക് സമീപമായതുകൊണ്ട്, ദേശീയപാതയ്ക്ക് സമീപമായതുകൊണ്ട് കൂടുതൽ വിലയുള്ളതുകൊണ്ട് 5 സെന്റ് സ്ഥലമേ കൊടുക്കൂ. അതേസമയം നെടുമ്പാല എസ്റ്റേറ്റ് ഒരു കുന്നിൻ പുറത്തായതുകൊണ്ട് 10 സെന്റ് സ്ഥലം വീതം കൊടുക്കും. രണ്ടിടത്തും 1000 ചതുരശ്ര അടി വലിപ്പമുള്ള കെട്ടിടമാണ് പണിയുന്നത്. സ്കൂളും ആശുപത്രിയും ഒക്കെ പണിയുമെന്നും പറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഇപ്പോൾ തന്നെ എതിർപ്പറിയിച്ചിട്ടുണ്ട്. സ്കൂളും ആശുപത്രിയൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയണ്ട, കുറഞ്ഞത് 10 സെന്റ് സ്ഥലമെങ്കിലും തരാൻ ദുരന്തബാധിതർ പറയുന്നു. മാത്രമല്ല 2 വ്യത്യസ്തമായ സൗകര്യങ്ങളുള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് ആളുകളെ വേർതിരിക്കുന്നത് എന്ന ചോദ്യമുണ്ടാവും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ട തട്ടിപ്പിന്റെ കഥകളിലേക്ക് പോവാം. 5 മാസമായി ഈ ദുരന്തമുണ്ടായിട്ട് അന്നു തന്നെ നൂറുകണക്കിന് ആളുകൾ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും 100 വീട് വീതം വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പകുതിയോളം വീടുകളായി. പ്രശസ്തരായ പലരും സഹായ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതിനെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 500 അല്ല 1000 വീട് വയ്ക്കാനുള്ള വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ സർക്കാർ 5 മാസം ഒന്നും ചെയ്തില്ല. ആരുടെയും യോഗം വിളിച്ചില്ല, ആരോടും ഒന്നും ചോദിച്ചില്ല. എങ്ങനെയെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ശേഖരിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 800 കോടിയിലധികം രൂപ ശേഖരിച്ചു. അതിൽ 750 കോടി രൂപയും ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഈ വലിയ തട്ടിപ്പ് പുറത്തു വരുന്നത്. സർക്കാർ ശേഖരിച്ചിരിക്കുന്ന പണത്തിൽ 750 കോടി രൂപയും ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നു. എന്തിനാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഈ പണം? വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞവർ അതിനാവശ്യമായ പണം മുടക്കാൻ ഒരുക്കമാണെന്നിരിക്കെ എന്തിനാണ് നിങ്ങൾ ഈ 750 കോടി രൂപ മുടക്കുന്നത്? വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞവർ കൃത്യമായി വീട് വെച്ച് കൊടുക്കും. സർക്കാർ പറയുകയാണ്, നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപ മുടക്കണം, അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് വേണമെന്ന് സർക്കാർ പറഞ്ഞാൽ അവർ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുന്നവരെ പരസ്യമായി ഒഴിവാക്കണം. ആരും പറ്റത്തില്ല എന്ന് പറയില്ല, ചെയ്തു കൊടുക്കാൻ ഒരുക്കമാണ്. സർക്കാർ കരുതുന്നതിനേക്കാൾ വലിയ വീടും വലിയ സൗകര്യം ഒരുക്കി കൊടുക്കാൻ അവർ ഒരുക്കമാണ്. സർക്കാരിന്റെ തന്നെ ഭൂമിയാണ് 2 എസ്റ്റേറ്റുകളും. എസ്റ്റേറ്റ് സർക്കാരിന് ഏറ്റെടുക്കാൻ നിയമപരമായ അവകാശമുണ്ട്. പ്രത്യേകിച്ച് ഇവ ഹാരിസന്റെ ഭൂമിയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഹാരിസൺ പാട്ട കരാർ കഴിഞ്ഞതിന് ശേഷവും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന, നിയമവിരുദ്ധമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ്. ഇനി പട്ടയമുള്ള ഭൂമി പോലും സർക്കാരിന് ഏറ്റെടുക്കാൻ അവകാശമുണ്ടായിരിക്കവേ സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമി ഏറ്റെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കാൻ 1 രൂപ പോലും സർക്കാർ കൊടുക്കേണ്ടതില്ല. ഇനി അതിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ സർക്കാർ കൊടുത്തോട്ടെ. ഈ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം സർക്കാർ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞവരെ ഒരുമിപ്പിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി സർക്കാർ ഒരു മാനദണ്ഡം പ്രഖ്യാപിച്ച് ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ വീട് നിർമ്മിക്കുന്നു ഉറപ്പാക്കുകയാണ്. 5.5 മാസം അടയിരുന്നു ഈ പദ്ധതിയുടെ മേൽ. എന്നിട്ടിപ്പോൾ 750 കോടി രൂപ സ്വന്തം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനുവദിക്കുന്നു. ഇത് തട്ടിപ്പല്ലേ? സൗജന്യമായി വീട് വയ്ക്കാൻ ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ സർക്കാർ എന്തിനാണ് 750 കോടി എടുത്ത് ഓരോരുത്തർക്കും 5 സെന്റ് സ്ഥലം വീതം കൊടുക്കുന്നത്? ഇതിനേക്കാൾ ഗൗരവമേറിയ മറ്റൊരു വിഷയം കൂടിയുണ്ട്. പാലക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന HRDS എന്ന് പറയുന്ന സന്നദ്ധ സംഘടന, വിദേശ സാമ്പത്തിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന RSSന്റെ പിന്തുണയുള്ള സംഘടനയാണ്. അവർ സർക്കാരിന് ഒരു പദ്ധതി കൊടുത്തിരുന്നു. ഞങ്ങൾക്ക് അനുമതി നൽകിയാൽ മതി, 1 രൂപ പോലും തരണ്ട, ഞങ്ങൾ മുഴുവൻ വീടുകളും വെച്ചു കൊടുക്കാമെന്ന്. ആ പദ്ധതിയെക്കുറിച്ച് സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. സർക്കാർ പറയുന്ന മാനദണ്ഡം അനുസരിച്ച് സർക്കാർ ആവശ്യപ്പെടുന്ന തരത്തിൽ വീട് വെച്ചു കൊടുക്കാൻ അവർ ഒരുക്കമാണ്. ഇപ്പോഴും അവർ അതിന് ഒരുക്കമാണെന്ന് പറയുന്നു. അതായത് HRDS മാത്രം വിചാരിച്ചാൽ സൗജന്യമായി വീട് വെച്ചു കൊടുക്കാം. ഇനി അതല്ല, ബാക്കി വാഗ്ദാനം നൽകിയിരിക്കുന്നവർ ഒക്കെ പറഞ്ഞതുപോലെ വീട് വെച്ചു കൊടുക്കാം. അങ്ങനെ സൗജന്യമായി ഈ 1000 സ്ക്വയർ ഫീറ്റിനേക്കാൾ കൂടുതൽ വീട് ഉണ്ടാക്കി കൊടുക്കാൻ സാഹചര്യമുണ്ടായിരിക്കവേ സർക്കാരിന്റെ ജോലി 5-10 സെന്റ് സ്ഥലം വീതം അനുവദിക്കുകയായിരിക്കവേ സർക്കാർ എന്തിന് ഇത്രയും കാലം വൈകിച്ചു? ഈ പദ്ധതിക്ക് പോലും രൂപം കൊടുക്കാതിരുന്നു. ഒടുവിൽ 750 കോടി രൂപ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അതായത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്ത പണം വളഞ്ഞ വഴിയിലൂടെ അടിച്ചു മാറ്റാനുള്ള നീക്കമല്ലേ ഇത്? അല്ലെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് സൗജന്യമായി വീട് വെച്ചു കൊടുക്കാൻ ഒരുക്കമായിരിക്കുന്നവരെ ഗവനിക്കാതെ
സർക്കാർ 750 കോടി രൂപ അനുവദിച്ചത്. ഗൗരവമേറിയ വിഷയം വേണ്ടതുപോലെ ചർച്ച ചെയ്യണം. ദുരന്തത്തെയും മുതലെടുക്കാൻ വേണ്ടി പിണറായിയും കൂട്ടരും കൊള്ളക്കിറങ്ങിയിരിക്കുകയാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ്? HRDSന്റെ സാരഥി അജയ് കൃഷ്ണനോട് ഞാൻ ഇക്കാര്യം ചോദിച്ചു. അദ്ദേഹം മറുനാടിനോട് പറഞ്ഞത് കേൾക്കുക. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കണ്ട വാർത്ത, ഗവൺമെന്റ് 1000 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഏതാണ്ട് 900 കോടി ആണെന്ന് തോന്നുന്നു. മൊത്തം ഇതിന് ബജറ്റ് വകയിരുത്തി എന്നും നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഇതിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു വാർത്തയാണ് കണ്ടത്. പക്ഷെ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഈ ദുരന്തം ഉണ്ടായി 5 മാസം ആയിട്ട് പോലും ഇതേവരെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ഒരു സ്റ്റെപ്പ് എടുക്കാൻ താല്പര്യം കാണിക്കാതിരുന്ന ഗവൺമെന്റ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ അവിടെ നിന്ന് മുറുകെ വന്നപ്പോൾ അതിന് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ടാണ് ഇതിനെ എടുക്കാൻ കഴിയുകയുള്ളൂ. വയനാട് ദുരന്തം ഉണ്ടായി 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വളരെ കൃത്യമായ ഈ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള വളരെ കൃത്യമായ ഒരു രൂപരേഖ ഞങ്ങൾ സർക്കാരിന് സബ്മിറ്റ് ചെയ്തതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്ന് അത് സ്വാഗതം ചെയ്തുകൊണ്ട് അതിന് മെയിലൊക്കെ തരുകയും ചെയ്തു. അതിനുശേഷം പക്ഷേ ഇതേവരെ ഒരു അറിയിപ്പും അല്ലെങ്കിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് ഞങ്ങളെ വിളിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. സർക്കാരിന് യാതൊരു മുതൽമുടക്കുമല്ലാതെ 1 രൂപ പോലും സർക്കാരിന് ഇതിനുവേണ്ടി മാറ്റിവെക്കാതെ ഈ പദ്ധതി മുഴുവനും അവിടെ നടപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. അതിനെ പാടെ നിരാകരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും വേറെ ആരും ചെയ്യേണ്ടതില്ല, ഞങ്ങൾ ഇതിനകത്ത് ഈ എല്ലാത്തിനകത്തും അഴിമതിയുടെ ഒരു സാധ്യതയാണ് തേടുന്നത്. അത്തരം അഴിമതിയുടെ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഈ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ധാരാളം ഫണ്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഫണ്ടിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റിന് കുറ്റം പറയാനും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് പോരാന്ന് പറയാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു മാധ്യമമായിട്ട് ഈ ദുരന്തത്തെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവരുടെ പണപ്പിരിവ്, ഈ പണപ്പിരിവുകളൊന്നും ആവശ്യമില്ല. ഇതിനൊക്കെ ഇവിടെ സംവിധാനങ്ങളുണ്ട്. അല്ലാതെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനത്തിനകത്ത് ഈ ഫണ്ട് ഉണ്ടല്ലോ, ആ ഫണ്ട് ചെലവഴിക്കേണ്ട കാര്യമുള്ളൂ. അതിന് കേന്ദ്രം അത് തരുന്നില്ല ഇത് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിനെ നിരന്തരം കുറ്റം പറയുക മാത്രം ഒരു പരിപാടിയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു ഗവൺമെന്റാണിത്. ലക്ഷക്കണക്കിന് രൂപ സാലറി വാങ്ങുന്ന PWD ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാം ഉള്ള ഒരു സ്വന്തമായിട്ടുള്ള സംസ്ഥാനമാണല്ലോ കേരളം. ഇതുവരെ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഒരു വെള്ളക്കടലാസിൽ ഒരു പ്ലാൻ വരയ്ക്കാനുള്ള ഒരു പെൻസിൽ എടുത്തൊരു പ്ലാൻ വരയ്ക്കാൻ പോലും കഴിയാത്ത ഒരു സംവിധാനം കൊണ്ടുനടക്കുന്ന ഗവൺമെന്റ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇവരുടെ ഒരു പ്രത്യേക സംവിധാനത്തിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റി ഈ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അവര് ഇത് എത്രമാത്രം ഫലപ്രദമായിട്ട് ഇത് കൊണ്ടുവരും. ഇതിനു മുമ്പ് ഒരുപാട് ആരോപണങ്ങൾ വന്ന സൊസൈറ്റിയാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെ സംബന്ധിച്ച്. പാലം പണിയുടെ കാര്യങ്ങളിലുണ്ടായിട്ടുള്ള അഴിമതികൾ, ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതിനെതിരെ ഒക്കെ അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷെ കേരളം ആയതുകൊണ്ടും ഇത് ചില പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു സംവിധാനം ആയതുകൊണ്ടാണ് ഒരു അന്വേഷണത്തിലേക്കും ഇവര് പോകാൻ തയ്യാറാകാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരു സംവിധാനത്തെ ഇതൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇത് എന്ന് തീരുമെന്ന് ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട്. വയനാട്ടിലെ ദുരന്തങ്ങളുടെ ഇരകൾക്ക് ഗവൺമെന്റിന് യാതൊരു മുതൽമുടക്കവുമില്ലാതെ 500 വീടുകൾ ആണ് ഞങ്ങൾ അന്ന് വിഭാവനം ചെയ്തത്. അതിനകത്ത് ടൂറിസത്തിന്റെ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത കൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇവരുടെ തുടർന്നുള്ള ജീവിതത്തിന് അത് ഹെൽപ്ഫുൾ ആവും. അങ്ങനെ ഒട്ടനവധി ഗുണവശങ്ങൾ ഉള്ള ഒരു പദ്ധതി ആണ് ഞങ്ങൾ സമർപ്പിച്ചത്. അതിനോട് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മുഖം തിരിച്ചു നിൽക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങളെ RSSന്റെ ആളുകൾ അല്ലെങ്കിൽ ഞങ്ങള് പാലസ്തീനെതിരായിട്ട് സംസാരിക്കുന്നവര് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിൽ ആണ് ഇവര് നമ്മളെ കാണുന്നത്. ഇതൊരു ശരിയല്ലാത്ത ഒരു രൂപമാണ്. ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള സമാന ചിന്താഗതിക്കാരായ ആളുകൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം നമ്മളുടെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇത്തരം പദ്ധതികൾ, ഇത്തരം ദുരന്തങ്ങളെ പോലും ഉപയോഗിക്കുന്നത് വളരെ വിഷമകരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ളത്.